നമുക്ക് കടലുണ്ടീന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞങ്ങളങ്ങനെ കടലുണ്ടീൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ലൈം ജ്യൂസൊക്കെ അകത്താക്കി നേരെ ഒരു ഓട്ടോയിൽ കയറി ചാലിയത്തെത്തി. ഇനി എന്താണെന്നല്ലേ, ഇവിടുന്ന് നേരെ ഞങ്ങൾ ബേപ്പൂരത്തേക്കാണ് പോകുന്നത് കേട്ടോ. ജങ്കാറിലാണ് പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇങ്ങനെ ഞങ്ങൾ കാഴ്ചകളെ കണ്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ചേച്ചി ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തരാണ് അവിടെ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ. ചേച്ചിയുടെ നാടാട്ടോ കോഴിക്കോട്. അങ്ങനെ ഞങ്ങളിതാ കാഴ്ചകളൊക്കെ കണ്ട് ബേപ്പൂരെത്തി. അവിടെ ഇങ്ങനെ അക്കരെ നിന്നും ഇക്കരെ വണ്ടി വന്നിട്ട് ജങ്കാറിൽ ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ അല്പസമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നടക്കുന്ന വഴിയിൽ ഇങ്ങനെ ഒരു കോട്ടൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ നല്ല രസമായിരുന്നു. കുറച്ച് ഫണ്ണായിട്ടുള്ള തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് നടക്കുകയാണ്. ഈ വെയിലത്ത് ഈ നടക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ബസ് കയറാൻ പോവുകയാണ്. ഞങ്ങൾക്കിനി പോവേണ്ടത് SM സ്ട്രീറ്റിലാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ഫുഡും വേണം. അങ്ങനെ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തതാ എല്ലാവരും ബസ്സിലൊക്കെ കയറി അങ്ങ് ഇരിപ്പായി. ഇനി നേരെ ഞങ്ങൾ പാരഗണാണ് ആദ്യം മെയിൻ വെച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം കുറച്ച് സമയം കൊണ്ട് ഒത്തിരി സ്ഥലം ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരിക്കൽ ആവാമെന്ന്. നേരെ ഞങ്ങൾ SM സ്ട്രീറ്റിൽ വിട്ടു. ഇനി അവിടുത്തെ ഒരു കഫേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ആവാമെന്ന് വെച്ചു. അപ്പോൾ ചൂട് കാരണം ഞങ്ങളൊരു ഫേസ് വാഷും പൗഡറൊക്കെ വാങ്ങി കേട്ടോ അതിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന കുറച്ചും കൂടെ അത് ഉള്ളിലായതുകൊണ്ട് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞ് വീണ്ടും കാഴ്ചകൾ കണ്ട് നടക്കാം കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കഫേ റെസ്റ്റോറൻറ്റിലെത്തി. കഫേ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ അധികം ഫുഡൊന്നും ഇങ്ങനെ ഓർഡർ ചെയ്തില്ല. കഴിക്കാൻ ആവശ്യമുള്ള ഫുഡ് അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ജ്യൂസ്, കാരണം ചൂടങ്ങനെയാണല്ലോ, അങ്ങനെ ഒരു ജ്യൂസൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് പോയി. അത് കഴിഞ്ഞ് ഇത് ദീപൽവ കേട്ടോ, ദീപൽവ ഞങ്ങൾ വാങ്ങിയില്ല, പക്ഷേ ഞങ്ങൾ ചോദിച്ചു എന്താണ്, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അലുവ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റി അലുവ ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ വീണ്ടും SM സ്ട്രീറ്റ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. രണ്ട് സൈഡിലും കടകളും മുട്ടായികളും പല വെറൈറ്റി ആയിട്ടുള്ള പല ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അതിനെടുത്ത് പറയേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഓരോ കടയിലും കയറി ഇങ്ങനെ ജസ്റ്റ് ഓരോന്ന് നോക്കി, ആവശ്യമുണ്ടോ ആവശ്യമില്ല എല്ലാം ഒന്ന് കയറി ഞങ്ങൾ നോക്കി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മാനാഞ്ചിറ സ്ക്വയർ അവിടെ കുറച്ച് അധികം നേരം ഇരുന്നു കേട്ടോ. ഇനിയുണ്ട് കേട്ടോ വിശേഷം. അടുത്ത കോഴിക്കോട് ബീച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.